പി കെ റോസിന് എല്ലാവരും പറയും ഷി വാസ് നോട്ട് എ ഹീറോയിൻ ആക്ച്വലി. പക്ഷെ കാണിച്ചിരിക്കുന്നത് ഇവളാണ് ഫാദറിൻ്റെ ഫിലിമിൽ ഹീറോയിനായിട്ടിരുന്നതിന്. അങ്ങനെ എൻ്റെ അടുത്ത് ഫാദർ പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പോൾ സിനിമ കാണുന്നത് തന്നെ മോശമെന്ന് പറയുന്ന ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ സിനിമ എടുത്തത് എൻ്റെ ഫാദറാണ്. ഹി വാസ് ദി ഫസ്റ്റ് മാൻ ടു ടേക്ക് ദ ഫിലിം. ഇവിടെ വലിയൊരു ഫംഗ്ഷനൊക്കെ വെച്ച് ഞങ്ങളെല്ലാം വന്നിരുന്ന് നമ്മൾ ഒരു മണ്ഡപം കെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ്, പക്ഷെ ഒന്നും നടക്കില്ല. എല്ലാവരും പറയുന്ന പിന്നെ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ആദ്യത്തെ സിനിമ മൂവി എൻ്റെ ഫാദർ എടുത്തത്. പക്ഷെ അത് മൂവി ആയതുകൊണ്ട് അത് ആദ്യത്തെ സിനിമ ഇല്ല, ടാക്കി. ബാലനാണ് ആദ്യം എടുത്തതെന്ന് അങ്ങനെ പറയുന്നത്. ബാലൻ എടുത്തപ്പോൾ അത് ടാക്കിയാണ്. ആ നെഗറ്റീവ്സ് മുഴുവനും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിള്ളേരുടെ കൂടെ ഒരുമാതിരി തുണ്ടായിട്ട് വെട്ടി, പിന്നെ കത്തിച്ച് നോക്കി ഒരുമാതിരി വയലറ്റ് കളറിൽ ഫ്ലെയിം ഉണ്ട്. ഐ ഡിഡ് നോട്ട് നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദറ്റ് ഫിലിം. മലയാള സിനിമയുടെ പിതാവ് ശ്രീ ജെ.സി. ഡാനിയലിൻ്റെ മകൻ ഹാരിസ് ഡാനിയലിൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വായിച്ചതിനും കേട്ടതിനും അപ്പുറം മലയാളിക്ക് ആരായിരുന്നു ജെ.സി. ഡാനിയൽ? പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സർ, സ്വാഗതം. മലയാളികൾ അവർക്ക് ജെ.സി. ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ് മാത്രമല്ല, അവരെ ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ജെ.സി. ഡാനിയൽ സാറിന്റെ പഠനവും അങ്ങനെ എല്ലാം സിനിമയുടെ നിർമ്മാണവും എല്ലാം ഇവിടെ തന്നെയായിരുന്നു എന്നാ കേട്ടിരിക്കുന്നത്, തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. സാറിന്റെ ഓർമ്മകളിലൂടെ ഒന്ന് പറയാമോ? ഞങ്ങൾ ഫാദർ എടുത്ത സിനിമയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മുഴുവൻ ഫാദർ എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞത്. പൊതുവായിട്ട് എല്ലാവരും ഫാദർ അടുത്ത് സംസാരിക്കാം. ഈവൻ മൈ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് അവർക്ക് കുറച്ച് എന്നെപ്പോലെ അത്ര ഫ്രീ ആയിട്ട് സംസാരിക്കില്ല. ഞാൻ ഐ ആം ദ യങ്ങസ്റ്റ്. ബട്ട് യങ്ങസ്റ്റ് ആയാലും പെറ്റായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യില്ല കൂടുതൽ. ഇളയ മകനായിട്ട് കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ് എന്നെ. 5 പേരിൽ എന്നെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ കാരണം ഫാദർ അങ്ങനെ ചെല്ലം കൊടുത്താൽ ഇവൻ ശരിക്കും പഠിക്കില്ല, ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടിരിക്കും. മറ്റവിടെ എന്നെ വളരെ ഇഷ്ടമാണ്, വളരെ ഫ്രീ ആയിട്ടെടുത്താൽ. ഞങ്ങൾ രണ്ടും ഫ്രണ്ട്സ് പോലെ എല്ലാം പറയുന്ന അടുത്ത്. അത് മാത്രമല്ല, ആ നെഗറ്റീവ്സ് മുഴുവനും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കത്തിച്ചും അങ്ങനെ ഇങ്ങനെയും വേസ്റ്റായിക്കളെ. ഐ ഡിഡ് നോട്ട് നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദറ്റ് ഫിലിം. അങ്ങനെ ആയിപ്പോയി. അവർ ആരും അപ്ഡേഷനും പറഞ്ഞില്ല. എൻ്റെ ഫാദറും ഒന്നും പറഞ്ഞില്ല, മദറും ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ മധുരയിൽ വെച്ചായിരുന്നു പിള്ളേരുടെ കൂടെ ഒരുമാതിരി തുണ്ടായിട്ട് വെട്ടി കളിക്കുന്നത്. അങ്ങനെയല്ല, അത് സ്പൈൽ ചെയ്യായിരുന്നു, എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ എൻ്റെ സിസ്റ്റർ കുറേ എണ്ണത്തിനെ കത്തിച്ച് കളഞ്ഞു. അങ്ങനെ ആയിപ്പോയി. ബ്രദർ, എൽഡസ്റ്റ് സിസ്റ്റർ, സെക്കൻഡ് സിസ്റ്റർ, ഫസ്റ്റ് സിസ്റ്റർ ആൻഡ് സെക്കൻഡ് സിസ്റ്റർ, ഇത്ര പേരും ജനിച്ചത് ട്രാൻഡത്ത് വെച്ചാൽ. സാറിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വിഗതകുമാരിൽ അഭിനയിച്ച മൂത്ത ജ്യേഷ്ഠൻ അല്ലേ? അത് എൽഡസ്റ്റ്. അവനാ എൽഡസ്റ്റ്. ഇടയ്ക്ക് 3 പേരും ഗേൾസ്, പിന്നെ ഞാൻ. ഐ ആം ദ യങ്ങസ്റ്റ്. പിന്നെ നേരെ മൂത്ത സിസ്റ്ററിന് എനിക്ക് 4.5 years ഡിഫറൻസ് ഉണ്ട്. ജെ.സി. ഡാനിയൽ സാറ് കന്യാകുമാരി ജില്ലയിലെ അവസ്ഥീശ്വരത്താണ് ജനിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് തിരുവനന്തപുരത്തേക്ക് വന്നതും പഠനവും എല്ലാം തിരുവനന്തപുരത്തായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഫാദർ അഗസ്തീശ്വരം എന്ന് പറയുന്നത് ആക്ച്വലി അത് എൻ്റെ ഗ്രാൻഡ് മദറുടെ നേറ്റീവ് പ്ലേസാണ്. ഷി വാസ് ദി ഓൺലി ഡോട്ടർ ഓഫ് ദി റിച്ചസ്റ്റ് മാൻ ഇൻ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്. ഗ്രാൻഡ് ഫാദർ ഈ വാസ് ഇംഗ്ലണ്ടിൽ ചെന്നാൽ പഠിച്ചിട്ട് വന്നത്. He was a famous doctor, and he was the government doctor also. England വന്ന ഉടൻ തന്നെ ഇമ്മീഡിയറ്റ്ലി അന്ന് ട്രാങ്കർ സ്റ്റേറ്റാണ്. they immediately posted him as the chief medical officer in Trivandrum. അപ്പോൾ നമ്മുടെ ഈ ജനറൽ ഹോസ്പിറ്റൽ സ്റ്റാറ്റ്യൂവിൽ നിന്ന് നേരെ വന്നാൽ കാണുന്ന ആ ബിൽഡിങ്ങാണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അന്ന് ഒരു ചെറിയൊരു റൂം മാത്രം ഉണ്ടായിരുന്നെന്ന് എൻ്റെ ഫാദർ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഇടിച്ച് കളഞ്ഞിട്ട് ഇന്ന് ഉള്ള ആ ബിൽഡിംഗ് കെട്ടിയത് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. എന്നിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പല സ്ഥലങ്ങളിലും ഗവൺമെൻറ് ഡോക്ടർ ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഗ്രാൻഡ് ഫാദർ പോയിട്ടുണ്ട്. അങ്ങനെ പോയപ്പോൾ നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് എൻ്റെ ഫാദർ ജനിച്ചത്. ഒരു അന്നത്തെ കാലത്ത് ഒരു സാധാരണക്കാർക്ക്
ചിന്തിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല സിനിമ എന്നുള്ളത്. അപ്പോൾ ഒരു സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, സിനിമയെക്കുറിച്ച് പഠിക്കണം അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ജെ.സി. ഡാനിയൽ സാറിലേക്ക് എങ്ങനെയായിരിക്കാം വന്നിരിക്കുന്നത്? അത് അന്ന് മലയാള ഫിലിംസ് ഇല്ല. ഇംഗ്ലീഷ് ഫിലിംസ്, പിന്നെ തെലുങ്ക്, പിന്നെ തമിഴ്. അതിന് ശേഷമാണ് 1955 റിമെമ്പർ കറക്റ്റ് 1952 ആദ്യം ഒരു മലയാളം പിക്ചർ വന്നത്. സോ അതിനു മുമ്പുള്ളതൊക്കെ വേറെ ലാംഗ്വേജ് സംബന്ധിച്ചുള്ളതാണ്. സോ പക്ഷെ ഫാദർ എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളൊക്കെ ഞങ്ങളെയും വിളിച്ചുകൊണ്ട് പോകും. അന്ന് ഞങ്ങളുടെ ക്രിസ്ത്യൻസ്, പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻസ്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഭയങ്കര അവന്മാർ ഓർത്തഡോക്സ്. അവർ സിനിമ കണ്ടാൽ നേരെ ഹെല്ലിൽ പോകും. ബാക്കിയുള്ളവർ ഹെവനിൽ പോകണമെന്നാണ് അവരുടെ സംസാരം. അപ്പോൾ സിനിമ കാണുന്നത് തന്നെ മോശമെന്ന് പറയുന്ന ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ സിനിമ എടുത്തത് എൻ്റെ ഫാദറാണ്. അത് നോട്ട് ഓൺലി ഹി ടുക്ക് ദ ഫിലിം, ഹി വാസ് ദി ഫസ്റ്റ് മാൻ ടു ടേക്ക് ദ ഫിലിം. സോ അങ്ങനെ ആയിപ്പോയി. വിഗതകുമാരൻ എടുത്തത് ഫാദർ 1928 എടുത്ത് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ദ പിക്ചർ. പിന്നെ 1930 അത് വന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ മരക്കാർ ബിൽഡിങ്സ് ഉണ്ടല്ലോ, അവിടെ ക്യാപിറ്റൽ തിയേറ്റർ എന്നൊരു തിയേറ്റർ, അവിടെയാണ് ആദ്യം. അവിടെയും പിന്നെ നാഗർകോയിലിൽ പയനീർ തിയേറ്റർ, പിന്നെ കേരളയിൽ അവിടെ കൊല്ലം ഇവിടെയൊക്കെ ഇറ്റ് വാസ് റണ്ണിങ്. ഇറ്റ് വാസ് എ സൈലൻറ്റ് മൂവി. ഈ സൈലൻറ്റ് മൂവി ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് ടാക്കി വന്നത്, മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പോയി, ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ പോയി. പലതിലും പറയുന്നത് പി.കെ. റോസിയുടെ സാന്നിധ്യം അക്കാലത്ത് ഒരുപക്ഷെ സ്ത്രീ സാന്നിധ്യം വളരെയധികം വിവാദങ്ങൾക്ക് തിരിതെളിയിച്ചു എന്നാണ് പറയുന്നത്. ഈ പി.കെ. റോസിന് എല്ലാവരും പറയും ഷി വാസ് നത്തിങ്, ഷി വാസ് ഓൺലി എസ് ആർഡിനറി, എന്താണ് പറയും, എക്സ്ട്രാ ആക്ടർ, അത്രേ പറയാറുണ്ട്. ഷി വാസ് നോട്ട് എ ഹീറോയിൻ ആക്ച്വലി. പക്ഷെ കാണിച്ചിരിക്കുന്നത് ഇവളാണ് ഫാദറിൻ്റെ ഫിലിമിൽ ഹീറോയിനായിട്ടിരുന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് ഫാദർ പറഞ്ഞിട്ടേ ഇല്ല. അത് റോസിയുടെ കാര്യം ഞങ്ങളെല്ലാവരും കേട്ടത് പറയുകയാണ് ഞാൻ. ഈ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നേരിട്ട് അറിഞ്ഞുകൂടാ. അത് ഇവിടെ നിറയെ പേര് അതൊക്കെ അന്വേഷിച്ച് അവർ കണ്ടെത്തി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. സാറേ അത് കറക്റ്റ് തന്നെയാണ്, അവൾ ഒടുവിൽ പേടിച്ചു പോയി ഇവിടെ ഇരിക്കാൻ എന്ന് വെച്ചാൽ അത് ജാതിയുടെ ഒരു ഇത് കൊണ്ടിട്ടാണ്. അതെങ്ങനെ നമ്മുടെ ജെ.സി. ഡാനിയൽ സാറിനെ ചീത്ത പറഞ്ഞെന്ന്, നീ എങ്ങനെ അവൾക്കൊരു പൂ കൊടുത്ത്? അതൊക്കെ കാണാൻ കൊച്ചു പിള്ളേരെ പോലെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അത് ആ ലവ് സീനിൽ ഒരു പൂ വച്ച് കൊടുക്കുന്നത് അതെല്ലാം ഒരു ഓക്വേർഡ് ഇതാണ് എന്നൊക്കെ അങ്ങനെ ആ സമയത്ത് അവർ സിനിമയിൽ കാണുന്ന പോലെ തന്നെ നടന്നിട്ടുണ്ട്. അത് അത്ര വലുതായിട്ടല്ല, അണ്ടർഗ്രൗണ്ടിൽ നടക്കും പോലെ അവർ പേടിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ എവിടെയെങ്കിലും ഓടിപ്പോയി ആരോ വന്ന് ഹൈകാസ്റ്റുകാർ ഉപദ്രവിച്ചതായിട്ട് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവൾ ഓടിയെന്ന് അവിടെ നിന്ന് ഓടി മെയിൻ റോഡിൽ കയറിയപ്പോൾ ഒരു ലാറി വന്നുകൊണ്ടിരുന്നു. കൈതട്ടി അതിനെ നിർത്തി ആ ലാറിയിൽ കയറിയെന്ന്. അപ്പോൾ എന്തോന്നാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ്, എനിക്ക് തമിഴ്നാട്ടിൽ കൊണ്ട് എന്നെ വിട്ടേരെ, ഞാൻ കേരളത്തിൽ നിന്ന് എന്നെ കൊന്നുകളയും. അങ്ങനെ അവൾ പേടിച്ച് പറഞ്ഞതായിട്ടും അയാൾ ഒരു കല്യാണം കഴിക്കാത്ത ഡ്രൈവറായതുകൊണ്ട് അയാൾ പറഞ്ഞത് ഞാൻ തന്നെ നിന്നെ കല്യാണം കഴിച്ചോളാമെന്ന്. കല്യാണം കഴിച്ചൊക്കെ സെറ്റിലായതായിട്ട് പറയപ്പെടുന്നു. അവരുടെ ഫാമിലികൾ ഇപ്പോഴും ഉള്ളതായിട്ട് പറയുന്നു. പക്ഷേ അവർ പുറത്തങ്ങനെ വരുന്നില്ല. എന്താ വെച്ചാൽ റോസി ഇരിക്കുന്ന കാലത്താണെങ്കിൽ ചിലപ്പം അത് പുറത്ത് കുറേ കൂടെ ഫേമസ് ആയിട്ട് വന്നേനെ. നമ്മുടെ കാര്യമേ ലേറ്റായിട്ടല്ലേ വന്നത്, ജെ.സി. ഡാനിയലിൻ്റെ കാര്യമേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ തേഞ്ഞു മാഞ്ഞങ്ങ് പോയി. അതുകൊണ്ട് റോസിയെക്കുറിച്ച് വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല ആർക്കും. ഇപ്പോഴും പോയി നിറയെ പേര് ഫെയിലിയറായിട്ടാണ് അതിനെ കണ്ട് വന്നത്. അതിനെ വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല. അല്ല, മദ്രാസിലേക്ക് പോയതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. മദ്രാസിൽ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. മദ്രാസിൽ ആദ്യം പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത്. ജെയിംസ് ടൗൺ എന്നുള്ള ഒരു സ്ഥലത്ത് ഇരുന്നപ്പോഴാണ് ഞാൻ ജനിച്ചത്. പിന്നെ മധുരയ്ക്കും. പിന്നെ ഞാൻ ജനിച്ച ആ ടൈമിലാണ് ഫാദർ ഡെൻറ്റിസ്ട്രി പഠിച്ചത്. ബോംബെയിൽ ഞാൻ പഠിച്ചിട്ട് ബിക്കം എ ഡെൻ്റൽ സർജൻ.
രജിസ്റ്റേർഡ് ഡെൻ്റൽ സർജൻ. ഹി വാസ് പ്രാക്ടീസിങ് അറ്റ് മധുരൈ. നല്ല സൗകര്യമായിട്ടിരുന്നു, കാറൊക്കെ വെച്ചിരുന്നു, അങ്ങനെ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ വി കെം ടു കാരിക്കുടി എന്ന് വെച്ചാൽ എക്സാക്ട്ലി ആ ടൗണിലല്ല, ദേവകോട്ട രസ്ത എന്ന് കുറച്ച് സ്ഥലത്ത് വലുതായിട്ട് ഒരു പേപ്പറൊക്കെ ഉണ്ടാക്കി, ഹാൻഡ് മെയ്ഡ് പേപ്പർ. അതുപോലെ അതായത് പുള്ളിക്കാരന് ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കില്ല, വല്ലതും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ആ പേപ്പർ കമ്പനി തുടങ്ങിയത്. പിന്നെ അത് പൊഴിഞ്ഞിട്ട് പിന്നെ പുതുക്കോട്ടയിൽ വന്നപ്പോൾ ഹി വാസ് എ ക്വാളിഫൈഡ് ഡെൻ്റൽ സർജൻ, വളരെ ഫേമസ് ആയിട്ടിരുന്നു. അപ്പോഴത് പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറയും. ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇന്ത്യയിൽ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ പുതുക്കോട്ടയിലുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് എൻ്റെ ഫാദറിന് അവരുടെ റോയൽ ഫാമിലിയിലുള്ളവർക്ക് എല്ലാവർക്കും വളരെ കാര്യമാണ്. ഹി വാസ് അറ്റ് ദ ടൈം ഹി വാസ് ദി ഓൺലി ഡെൻ്റൽ സർജൻ ഇൻ പുതുക്കോട്ടൈ. നോട്ട് ഓൺലി ഇൻ ഡെൻ്റൽ സർജറി, ഹി വാസ് പ്രാക്ടീസിങ് സൈഡ് ബൈ സൈഡ് ജനറൽ പ്രാക്ടീസ് ആൾസോ. അങ്ങനെ മിടുക്കനാണ് എല്ലാത്തിനും. അങ്ങനെ ഇരിക്കുമ്പോൾ ഫോർച്ചുനേറ്റ്ലി ആർ അൺഫോർച്ചുനേറ്റ്ലി, ഐ മേ സേ അൺഫോർച്ചുനേറ്റ്ലി, ഒരുത്തൻ പല്ല്, വാസ് എ ഡെൻ്റൽ സർജൻ, പല്ല് ഇങ്ങനെ വന്നപ്പോൾ അതായിരുന്നു P.U. ചിന്നപ്പാന്ന്, അന്നത്തെ ഫേമസ് സിനി ആക്ടറാണ്. ഇപ്പോഴും നമ്മൾ MGR, ശിവാജി ഗണേശൻ എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ കാലത്ത് ഫേമസ് സിനിമ ആക്ടർ. അവൻ പാടും, സ്റ്റണ്ട് ആക്ട് ചെയ്യും, എല്ലാം ചെയ്യും. അവൻ പല്ല് ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഫാദർ എടുത്തു വന്നു. അപ്പോൾ ഞാൻ കൊച്ചുകുട്ടിയാണ്, അവൻ തൂക്കി അവൻ്റെ മടിയിലൊക്കെ എന്നെ വെച്ചുകൊണ്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നെ എടുത്ത്. ഞാൻ എൻ്റെ ഏജിനേക്കാളും വളരെ ചെറുതായിട്ട് കൊച്ചുകുട്ടി പോലെ തോന്നുന്നു കണ്ട. എടുത്ത് അവൻ്റെ മടിയിൽ ഏറ്റി വെച്ചിട്ട് ഇത് ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ പറയുമ്പോൾ ഫ്യൂസിനെ പോയിട്ട് എന്നെ മടിയിൽ കയറ്റി വെച്ചാൽ ഞാൻ കള്ളം പറയും ഇങ്ങനെയൊക്കെ പറയും. സോ അത്രയ്ക്ക് ഫ്യൂസിനപ്പോൾ ഫേമസ് ആയിട്ടിരുന്നു. പിന്നെ ആ സമയത്ത് അവൻ എന്ത് ചെയ്ത്, സിനിമ പണ്ട് ആദ്യം സിനിമ നമ്മുടെ കേരളയിൽ സിനിമ എടുത്തതിനെക്കുറിച്ച് അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. നമ്മൾ വൈ നോട്ട് വി ടേക്ക് എ തമിഴ് പിക്ചർ എന്ന് പറഞ്ഞു, ഫോർ വിച്ച് യു ഹാവ് ടു കം ടു മെഡ്രാസ്. അപ്പോൾ അതിന് കുറച്ച് പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ ഫാദർ എന്ത് ചെയ്ത് ഞങ്ങളൊക്കെ കൊണ്ട് നാട്ടിലാക്കിയിട്ട് എല്ലാ ജർമ്മൻ എക്യുപ്മെൻറ്റ്സാണ്, ഡെൻ്റൽ ചെയർ അത് ഇതെല്ലാം എല്ലാത്തിനെയും വിറ്റ് പറക്കിയിട്ട് ചെന്നൈക്ക് പോയി. അവിടെ പോയതിന് ശേഷം ഇവൻ മൈൻഡ് ചെയ്തില്ല. സോ അങ്ങനെ അത് നമുക്ക് പൊഴിഞ്ഞു. പിന്നെ വീണ്ടും ഡെൻറ്റിസ്ട്രി തന്നെ തുടങ്ങി, അത് പല സ്ഥലത്തും. പക്ഷേ മധുരയിലും പുതുക്കോട്ടയിൽ നല്ല ഫേമസ് ആയിട്ടിരുന്നതിനാൽ അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹിയർ ടു സ്റ്റാർട്ട് അഗെയിൻ ഇങ്ങനെ. പക്ഷേ പല സ്ഥലങ്ങളിലും എടുത്തിട്ടുണ്ട്. ഐ ഹാവ് സ്റ്റഡീഡ് ഇൻ 8 schools and 2 colleges. 2 colleges-ൽ ഒരു അവസാനം പഠിച്ചത് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ. സാറിൻ്റെ ഒരു കുട്ടിക്കുറുമ്പാണ് ഒരു പക്ഷേ മലയാളികൾക്ക് വീണ്ടും വിഗതകുമാരൻ കാണാൻ പറ്റാതിരുന്നത് എന്ന് പറയേണ്ടി വരും. അത് കറക്റ്റാണ്. അത് കാരണം അവിടെ ഒരു റോൾ മറ്റേ നെഗറ്റീവ് ഉണ്ടായിരുന്നു. മധുരയിൽ വെച്ച് നെഗറ്റീവ് ഉണ്ടായിരുന്നു. അതിന് ആ ഒരു ഇമ്പോർട്ടൻസ് ആരും കൊടുത്തില്ല. ഇതിനെനിക്ക് അവിടെ നിന്ന് അപ്പോൾ ആ പ്രായത്തിൽ പിള്ളേർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിലുള്ള ഫിലിംസിൻ്റെ കട്ടിങ്സ് കളക്ട് ചെയ്യുന്നത് ഒരു ഹാബി പോലെ. എൻ്റെ ഏജിൽ 6-7 വയസ്സിലുള്ള ചെറുക്കന്മാർ. അപ്പോൾ ഞങ്ങൾ ഈ ഗോലി കളിക്കുമ്പോൾ ഒന്ന് ആൾക്ക് ഒരു പടം അങ്ങനെ ഇടും, ആര് ജയിച്ചാൽ അവൻ എല്ലാത്തിനെയും എടുത്തോളും. മനസ്സിലായോ? സോ അങ്ങനെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഈ നെഗറ്റീവ്സാണ്. ഞാൻ ഇതിനെ വെട്ടി വെച്ചിട്ട് അത് യൂസ് ചെയ്യും. പിന്നെ കത്തിച്ച് നോക്കിയാൽ ഒരുമാതിരി വയലറ്റ് കളറിൽ ഫ്ലെയിം കിട്ടും. ഇത് ഞാൻ കുറച്ച് ഡിസ്ട്രൈ ചെയ്ത് എൻ്റെ സിസ്റ്റർ കുറച്ച് കൂടുതൽ ഡിസ്ട്രൈ ചെയ്ത് സിസ്റ്ററിന് പറയാം, അവൾ കത്തിച്ച് കളയും.
നോബഡി അബ്ജക്റ്റഡ്. ഫാദർ അബ്ജക്റ്റ് ചെയ്തില്ല, മദർ അബ്ജക്റ്റ് ചെയ്തില്ല, യാതൊരു അബ്ജക്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ടെങ്കിലും അത് ചെയ്തുകൊണ്ട് പോയിട്ട് അത് ഇറ്റ്സ് യൂസ്ലെസ് തിങ് എന്ന് അന്ന് അവർ വിചാരിച്ചു. പക്ഷേ അതിൽ വെറും ചെറിയ ഇത്രയ്ക്ക് ഫിലിം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിന് ഭയങ്കര വാല്യൂ ആയിരിക്കുമായിരുന്നു. എല്ലാം പോയി. മാഡം ആദ്യമായിട്ട് ഇങ്ങനെ ജെസ്സി ഡാനിയൽ സാറിൻ്റെ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ അന്നത്തെ അനുഭവങ്ങളൊക്കെ പറയാമോ? ഞാൻ വന്ന് സ്കൂൾ ഓഫ് ആർട്സ് ഇവിടെ പാളയത്ത് സ്കൂൾ ഓഫ് ആർട്സ് ഇല്ലേ, അതിൽ ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവിടുത്തെ ഒരു ഓഫീസറായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ എന്നെ കണ്ടിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു കൊച്ചിരിക്കുന്നു, ഇവന് കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവരുടെ വീട്ടിൽ വന്നപ്പം എൻ്റെ അമ്മാവിയമ്മയും ഉണ്ട്, അമ്മാവിയപ്പനും രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ ഈ സീരിയസ് ആയിട്ട് ഇതിനെ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അമ്മാവിയമ്മ എല്ലാ കാര്യവും നോക്കുമായിരുന്നു, ഞാൻ കൂടെ എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. വൈഫ് അവർ നല്ല കുക്കാണ്, നല്ല ചെയ്യും എല്ലാ കുക്കിംഗ് എല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ സിസ്റ്റർ, ഇളയ സിസ്റ്റർ മാത്രം ട്രിവാൻഡ്രത്ത്, മറ്റേ മൂത്ത ഒരു സിസ്റ്റർ സിലാണിലായിരുന്നു. അതിൻ്റെ മൂത്ത സിസ്റ്റർ വന്നിട്ട് തമിഴ്നാട്ടിൽ തന്നെയായിരുന്നു. ഉള്ളതിൽ മൂത്ത ബ്രദർ വന്നിട്ട് സുന്ദരൻ ഡാനിയൽ വന്നിട്ട് സിലോണിൽ ട്രിനിറ്റി കോളേജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫേമസ് ഒരു കോളേജുണ്ട്, അതിൽ അസിസ്റ്റൻറ്റ് പ്രിൻസിപ്പലായിരുന്നു. ട്രിവാൻഡ്രത്ത് ഞങ്ങളും ഞങ്ങളുടെ ഒരേ ഒരു സിസ്റ്ററിലായും ഹാരിസ് ഡാനിയൽ സാർ, ഞങ്ങളും രണ്ടുപേരും മാത്രമേ ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കൂടെയാണ് അവർ താമസിച്ചത്. ഞങ്ങളൊരു വീട് വാടകയ്ക്കെടുത്ത്, കുറവൻകോണത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത്, ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ ഇവർ വാടകയ്ക്കൊക്കെ എടുത്ത് അമ്മയും അച്ഛനെയൊക്കെ കൂട്ടി വന്ന് അഗസ്തീശ്വരത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന്, ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, നമ്മുടെ നിങ്ങൾ അമ്മായിമ്മ പായം കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് അവിടെ താമസിപ്പിച്ചതാണ്. പിന്നെ അവർ അഗസ്തീശ്വരത്തിൻ്റെ അവിടെയാണ് അവർക്ക് അട്രാക്ഷൻ ജാസ്തി. അവിടെ ചെന്ന് അത് വലിയ വീടെന്ന് വെച്ചാൽ അകത്ത് കയറിയാൽ നമുക്ക് പുറത്ത് വരാൻ പറ്റില്ല. ശരി, കൊച്ചുകുട്ടിയല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞല്ലേ, നമ്മൾ കുറേ ഹെൽപ്പായിരിക്കാമെന്ന് വിചാരിച്ചാൽ അവർ ഞങ്ങളുടെ കൂടെ തന്നെ വന്ന് താമസിച്ച്. ജെസ്സി ഡാനിയൽ വന്നിട്ട് എപ്പോഴും എവിടെയെങ്കിലും ഓടിക്കളയും. അവിടെ എനിക്ക് ഒരു തെങ്ങും തോപ്പുണ്ട്, അതുണ്ട്, വാഴത്തോപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എവിടെയോ പോവും. അതൊക്കെ കുത്തകയ്ക്ക് എടുത്ത് വെച്ചിരുന്നതാണോ സ്വന്തമായിട്ടിരുന്ന ഒന്നും ഞങ്ങൾക്ക് പക്ഷേ ഒന്ന് സ്വന്തമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒക്കെ പോവുമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പം പിന്നെ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് നമ്മൾ അഗസ്തീശ്വരത്ത്, ഇവർക്ക് അതിൻ്റെ ഇടയ്ക്ക് കോയമ്പത്തൂർ ട്രാൻസ്ഫർ എന്നതിന് മുമ്പ് അവർ പറഞ്ഞ് ഞങ്ങൾ ട്രാൻസ്ഫർ ആയാൽ എവിടെയും വരില്ല, കൂടെ എന്നെക്കൊണ്ട് പറ്റില്ല. ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ക്ലൈമറ്റേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഭയങ്കര വാദത്തിൻ്റെ ഇതാണ്, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് ഇവർക്ക് ട്രാൻസ്ഫറിന് മുമ്പേ പൊക്കിളഞ്ഞ് അമ്മയെടുത്ത് പറഞ്ഞ്, പൈസ ഞാൻ എവിടെ പോയാലും ഞാൻ മരിക്കുന്നവരെ നിങ്ങൾക്ക് അയച്ചു തരും. അതായത് ഡാനിയൽ സാറിൻ്റെ വൈഫിനോട് പറഞ്ഞു. വൈഫിനോട് പറഞ്ഞ് അങ്ങനെ അമ്മയ്ക്ക് അതേപോലെ അയച്ചു കൊടുക്കും എല്ലാ മാസവും. അപ്പം എൻ്റെ മൂത്ത മോളുടെ അടുത്തിരിക്കുന്ന പറഞ്ഞാൽ ആ അഡ്രസ്സ് കൊടുത്തോണ്ട് അവിടെ അയച്ചു കൊടുക്കും. എവിടെ ഇരിക്കുന്നൊന്നും നോക്കില്ല, അതൊരു നമ്മൾ കടമ പോലെ. അതിൽ ഞാൻ വന്നിട്ട് ഭയങ്കര പ്ലസ്സാണ് ആ വിഷയത്തിൽ. നാഗർകോയിൽ സൈഡിലുള്ള നിറയെ റിലേറ്റീവ്സ് ഉണ്ട്. ഇവരുടെ ഒരു വല്യച്ഛൻ്റെ മോൻ അവിടെ ഫേമസ് ഒരു ഡോക്ടറായിരുന്നു, വലിയൊരു ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട്. ആ ബ്രദർ പറഞ്ഞ്, ചിലപ്പോൾ നീ ഒന്നിനും പേടിക്കണ്ട, വീട്ടിലെല്ലാവരും ചെല്ലപ്പാന്നേ വിളിക്കുള്ളൂ ഇവരെ, ഡാനിയൽ സാറിനെ ഹാരിസ് ഡാനിയലിൻ്റെ. അപ്പോൾ നീ ഒന്നിനും പേടിക്കണ്ട, എന്തെങ്കിലും അസുഖമെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം, നിൻ്റെ അമ്മയും അച്ഛനെയും. ഞാൻ ഇവിടെ ഇരിക്കുകയില്ലേ, നിൻ്റെ ഉദ്യോഗം എങ്ങനെയാണ്, നീ എന്തൊക്കെ ചിലവാക്കുന്നത് എനിക്കെല്ലാം അറിയാം, അതുകൊണ്ട് ഞാനുണ്ട്, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കുറച്ച് ഫ്രീ ആയി. നോക്കാൻ അവരുണ്ടല്ലോ, നമുക്ക് അസുഖങ്ങളിലല്ലേ നോക്കുന്നത് ഭയങ്കര പാട്. സാറിൻ്റെ അവസാന കാലഘട്ടമൊക്കെ അതും വീണ്ടും സെല്ലുലോയിഡ് സിനിമയുമായിട്ട് താരതമ്യം ചെയ്യുന്നതിൽ അതിലൊക്കെ പറയുന്നത് സാറ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടി, ജീവിതത്തിൻ്റെ വളരെ ഗതികേടെന്ന് തന്നെ പറയേണ്ടി വരും, അത്തരത്തിലായിരുന്നു എന്നാണ് സിനിമയിൽ കാണിക്കുന്നത്. അത്രയ്ക്കൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ മധുരയിൽ വെച്ച് കാറൊക്കെ ഉണ്ടായിരുന്നു, മധുര പുതുക്കോട്ടയിൽ വെച്ചൊക്കെ.
അതുകൊണ്ട് എല്ലാം പോയി, അതൊക്കെ പോയി. അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവില്ല. ஏன்னா லெஃப்ட் சைடு முழுவதும் ஒரு மாதிரி ஒன் சைடட் பெராலிட்டிக் அட்டாக்னு പറയും. ലെഫ്റ്റ് സൈഡ് മുഴുവനും ശരിക്ക് വർക്ക് ചെയ്യില്ല. അത് വെച്ചിട്ട് സോ ഹി കുഡ് നോട്ട് പ്രാക്ടീസ്. ഇപ്പോൾ ഡെൻ്റൽ സർജറി ചെയ്യുമ്പോൾ ബലമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഒരു പല്ലിനെ പിഴുത് എടുക്കണമെങ്കിൽ കുറച്ച് ബലം വേണം. ഇപ്പോൾ ഒറ്റ കൈ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യും? സോ കുറേ ദിവസം എന്തെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കി, അത് പ്രയോജനമില്ല. സോ അതുകൊണ്ട് പിന്നെ വിട്ട് പിന്നെ അഗസ്തീശ്വരത്തിൽ ചെന്ന് അവിടെ റിട്ടയർഡ് ലൈഫ് പോലെ അവിടെ ഇരുന്നു. സ്ഥലങ്ങൾ വിൽക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ്സ് സ്ഥലങ്ങളൊക്കെ അത് സിനിമ എടുക്കുമ്പോഴേ വിറ്റു. അത് അപ്പോഴാദ്യം വിറ്റത് പനിച്ചമൂട് എന്നുള്ള സ്ഥലത്ത് ഇറ്റ് വാസ് മോർ ദാൻ 100 acres. അത് പിന്നെ ഇത് ഗോപാലകൃഷ്ണൻ ഒരു ജേർണലിസ്റ്റ് ഫാദറിനെ കുറിച്ച് എഴുതാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ ഇതൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് വിശ്വസിക്കാൻ നോക്കില്ല. സോ ആഫ്റ്റർ when he returned to Trivandrum, he went along with his company to പനിച്ചമൂട്. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അത് വാങ്ങിച്ചവരൊക്കെ പറഞ്ഞു ഇത് ഒറിജിനൽ ഓണർ JC ഡാനിയൽ. പിന്നീടാണ് അദ്ദേഹം ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചത്. സോ അത് ഇറ്റ് വാസ് മോർ ദാൻ 100 acres. അത് ഞങ്ങൾക്കൊക്കെ കുറച്ച് വിരോധമുണ്ട് ഫാദർ എടുത്ത് അതിനൊക്കെ വിറ്റത്. അതിൽ ഉണ്ടായിരുന്നു അഗസ്തീശ്വരത്തിൽ, ഭാഗ്യത്തിൽ അഗസ്തീശ്വരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഷെയറിനെ വിറ്റില്ല. അതുപോലെ ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്രേവ് സിമെട്രി ഉണ്ട്, സ്വന്തം സിമെട്രിയാണ് 52 സെൻസിൽ. അത് ഇതല്ല, അവിടെ തന്നെ. ഇപ്പം ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ബാഡി അവിടെ കൊണ്ടുപോകും. അതാണ് എനിക്കും എൻ്റെ വൈഫിനും ഞാൻ അവിടെ സ്ഥലം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഫാദറുടെ ഇതിൻ്റെ അടുത്ത് എനിക്കും അതിൻ്റെ അടുത്ത് വൈഫിനും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള ലോക്കൽ പീപ്പിൾ അടുത്ത്. സോ അങ്ങനെ സ്വന്തം എന്ന് പറയുന്നത് ആ ഗ്രേവിയായിട്ടേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാത്തിനും പ്രോത്സാഹനമായിട്ട് അല്ലെങ്കിൽ കൂടെ നിന്നിരുന്നത് സാറിൻ്റെ അമ്മ തന്നെയായിരുന്നു. സപ്പോർട്ടൊന്നും പറയാൻ നോക്കില്ല, ഡിസ്കറേജ് ഒന്നും പറയാൻ നോക്കില്ല. സിനിമ എടുത്തപ്പോഴും ഡിസ്കറേജ് ചെയ്തില്ല. ഞാൻ ജോലിക്ക് പോയതിന് ശേഷം പിന്നെ വീണ്ടും സിനിമ എടുക്കണമെന്ന് തോന്നി. അപ്പോഴാണ് അവർ തമ്മിൽ ശരിയായി. ഒറ്റ കൈ വെച്ചിട്ട് സിനിമ എടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ്. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ അപ്പോൾ ഊട്ടിയില്ല. സോ 1968 ഐ ലെഫ്റ്റ് ട്രിവാൻഡ്രം. അപ്പോൾ ആഫ്റ്റർ മൈ മാരേജ് എൻ്റെ എനിക്ക് കുട്ടിയും ഉണ്ടായിരുന്നു, ഒറ്റ മോള. JC ഡാനിയൽ സാറിനെ മലയാള സിനിമയുടെ പിതാവ് എന്നുള്ള ഒരു പേര് നൽകാനുള്ള ശ്രമങ്ങളൊക്കെ, പക്ഷെ ആദ്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിൽ എതിർപ്പുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്? എതിർപ്പ് എന്ന് പറയാൻ ഒക്കില്ല. അതിനിപ്പോൾ ഫാദർ എടുത്തത്, അതായത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ സിനിമ മൂവി എൻ്റെ ഫാദർ എടുത്തത്. സോ അത് മൂവി ആയതുകൊണ്ട് അത് ആദ്യത്തെ സിനിമ ഇല്ല, ടാക്കി. ബാലനാണ് ആദ്യം എടുത്തതെന്ന് അങ്ങനെ പറയുന്നത്. ബാലൻ എടുത്തപ്പോൾ അത് ടാക്കിയാണ്. എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു. എനിക്കത്ര ഇൻട്രസ്റ്റ് ഇല്ലാതായിരുന്നു. പോയി ഇനി എന്ത് ചെയ്യാൻ. നിങ്ങൾ JC ഡാനിയൽ ഫൗണ്ടേഷൻ ഉണ്ട്, അതുകൂടാതെ മികച്ചതിന് JC ഡാനിയൽ അവാർഡ് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ. അതൊക്കെ ശരിയാണ്. എല്ലാ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര അംഗീകാരം കൊടുക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ? അപ്പോൾ JC ഡാനിയലിനെ നമ്മുടെ മലയാളീസ് എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ഉടൻ എക്സാക്ട്ലി November 1 എല്ലാ പേപ്പറിലും JC ഡാനിയൽസ് സൺ ഇസ് ബാക്ക് ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 ദിവസത്തേക്ക് എല്ലാ പേപ്പേഴ്സിലെയും എൻ്റെ പേരും പടവും വന്നു. പീപ്പിൾ റെക്കഗ്നൈസ്ഡ് മീ ആൾസോ. അദ്ദേഹത്തിന്റെ മരണശേഷം മാഡത്തിന്റെ വൈഫിന്റെ ജീവിതം അവിടെ തന്നെയായിരുന്നു. JC ഡാനിയൽ സാറിന്റെ വൈഫിന്റെ ജീവിതം, ഡാനിയൽ സാറിന്റെ മരണത്തിന് ശേഷം അവര് അവിടെ തന്നെയായിരുന്നു. വേറെയും ഒരു ഭർത്താവ് മരിച്ച എന്നൊരു സ്ത്രീ അവിടെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ അവർ 3 ഫാമിലി അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് അവിടെയും വരാൻ ഇഷ്ടമില്ല. ഡോക്ടർ ജയശേഖരൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഹോസ്പിറ്റൽ ഇട്ടിരിക്കുകയാണ്. അയാൾ FRCS മക്കളും പേരെ കുട്ടികളും എല്ലാമേ ഡോക്ടേഴ്സാണ്.
അപ്പോൾ അതിനകത്ത് അവർ നല്ലവണ്ണം നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പേടിയും പപ്പായ്ക്ക് വിട്ടുപോയി. അങ്ങനെ അത് ഒരു ആണ് അത് ശരി അവിടെ തന്നെ ഇരുന്നോട്ടെ ഞങ്ങൾ വിട്ടത്. നമ്മളും പിന്നെ ഊട്ടിയിൽ പോയി. പിന്നെ അവിടെയൊക്കെ വന്ന് അവർ ഇരുന്നോളൂല്ല. ട്രിവാൻഡ്രമേ ഇഷ്ടപ്പെട്ടില്ല വാദം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കില്ലെന്ന്. അത് ഒരു ദിവസം ഇരുന്ന് ഭയങ്കര ബൈബിൾ വായന എപ്പോഴും അങ്ങനെ വായിക്കൂല ജെ.സി. ഡാനിയൽ സാറ്. എന്താ അമ്മാവാ ബൈബിൾ വായന കുറച്ച് കൂടുതലാണല്ലോ എന്ന് പറയുന്നു. അത് മോളെ എനിക്ക് ഇതിൽ നിന്നൊരു സ്റ്റോറി എടുത്ത് ഒരു സിനിമ ഉണ്ടാക്കണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അതൊന്നും വിശ്വസിക്കരുത്, ആ പപ്പ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, എവിടെ ഇരുന്ന് പൈസ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞു ഹരിസാറ്. ഇല്ല, അപ്പൊ അന്നാണോ വിഗതകുമാരൻ നിർമ്മിച്ചതിനെ കുറിച്ച് പറഞ്ഞത്? ഗീതകുമാരനെ കുറിച്ച് അപ്പോഴും വലിയതായിട്ട് ഒരു സംസാരം ഞങ്ങളുടെ വീട്ടിലൊന്നും നടക്കത്തില്ല. എന്നുവെച്ചാൽ അത് ഫെയിലിയർ ആയതുകൊണ്ട് അത് പെട്ടിക്കകത്താക്കി അതിനൊന്നും എനിക്ക് സംബന്ധമേ ഇല്ലാത്തതുപോലെ ഒരു ഫീലിങ്ങിലാണ് ഇവരുടെ പപ്പ ആ സമയത്ത് ഇരുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ കളിക്കാൻ കൊടുക്കുമോ മോൻ്റെ അടുത്ത്? അവർ ഫെഡപ്പായി ഒരുമാതിരി. പക്ഷെ ഒരിക്കലും മോനെ അതിൻ്റെ പേരിൽ ഇതാക്കിയിട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇല്ല ഇവരെല്ലാവരും ഒരേ ഒരു സങ്കടം. പെൺമക്കളും വന്നാൽ പറയും, ഓ എങ്ങനെ ഇരിക്കണം ഞങ്ങൾ എല്ലാത്തിനെയും ചീത്തയാക്കിയത് പപ്പായണം എന്നുവെച്ചാൽ അത്ര നൂറ്റുകണക്കിന് ഏക്കറെല്ലാം വിറ്റ് പറക്കി ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഒരു സിനിമ അതും ഫെയിലിയറായി. ഇപ്പം എന്താണ് നേടിയത് നിങ്ങൾ? അങ്ങനത്തെ ഉള്ള ഒരു സങ്കടം പിള്ളേർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, എല്ലാ പിള്ളേർക്കും ഉണ്ടായിരുന്നു. ഡാനിയൽ സാറിന്റെ പേരിലുള്ള ഒരു പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കാം കേരളത്തിലേക്കുള്ള ഒരു പറിച്ചു നടലിന് കാരണം. അതെ അതൊരു മെയിൻ കാരണം അതാണ്. എന്നുവെച്ചാൽ ഇത് വന്നിങ്ങനെ 4 കൊല്ലമായിട്ട് വലിച്ചുകൊണ്ട് കിടക്കുന്നത് എന്ന് തന്നെ പപ്പ ഓരോ പ്രാവശ്യം ഹരിശാനിൽ സാർ പറയും, ഞാനിതാ വയസ്സായിക്കൊണ്ട് പോകുന്നത്, ഞാൻ എന്ന് പ്രതിമ കാണാൻ പോകുന്നത്, ഞാനൊന്നും കാണാൻ പറ്റില്ല, ഇത് ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും സങ്കടം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് വലിയ ഗാർഡനൊക്കെ വെച്ചൊക്കെ ഇരുന്നതാണ്. എനിക്ക് വയ്യ ഇതിനെയൊക്കെ നോക്കാനും എടുക്കാനും. അപ്പം ഞാൻ വിചാരിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ പോവാം, ഒരു ചെറിയ വില്ല വാങ്ങിച്ച് അവിടെ പോവാം, ഇങ്ങനെയൊക്കെ പ്ലാനിട്ടാണ് ഇങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ ഇതിനെയും കുറച്ച് നോക്കാം, നമ്മുടെ പ്രതിമ എന്തായി എന്ന് ഇടയ്ക്കിടെ ചെന്ന് ഒളിഞ്ഞു നോക്കിയാലേ അവരെന്തോന്ന് നോക്കുന്നത് അങ്ങനെ തോന്നി വന്നതാണ്. എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ പറയുന്നത് പറഞ്ഞ് നിങ്ങൾ ദയവ് ചെയ്താ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ടെൻഷനായി പോകും. പിന്നെ പപ്പയുടെ കാലശേഷം ഞാൻ അത് കാണുക വരികയാണെങ്കിൽ ഞാൻ പോവില്ല, അത്ര സങ്കടമാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ മകൻ ജീവിച്ചിരിക്കുമ്പോൾ ആ പ്രതിമ അതിലെനിക്ക് ഭയങ്കര താല്പര്യമാണെന്ന് പറഞ്ഞ്. പിന്നെ എല്ലാവരും പിന്നെ എൻ്റെ സിസ്റ്ററിനെല്ലാം വന്ന് ബുക്കൊക്കെ എഴുതും, സ്റ്റോറി പറയും, ഇതിൽ അതെന്താ റേഡിയോയിൽ കഥ പറയും. എല്ലാത്തിലും ഒരു സ്മാർട്ടാണ്, നിറയെ എല്ലാം ചെയ്യുന്ന ഒരു സ്മാർട്ട് ആണ്. അവൾ ബദനി കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു, ഇപ്പോൾ റിട്ടയറായി. ആ സിസ്റ്ററിനെ ഏൽപ്പിച്ച്, നീ അവിടെ ഒരു ജെ.സി. ഡാനിയെക്കുറിച്ച് എല്ലാവരും വായി തോന്നിയത് എഴുതിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ബുക്ക് കാണുമ്പോൾ എനിക്ക് വലിച്ചു കയറണമെന്ന് തോന്നുന്നു, നീ ഒരു ബുക്ക് എഴുത്, നിനക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം, എങ്ങനെ എഴുതണമെന്നുള്ളത് മാത്രം ഞാൻ നിനക്ക് നോട്ട് ചെയ്ത് തരാമെന്ന്. അതേപോലെ ഇവർ നിറയെ നോട്ട് കൊടുത്ത് അത് വെച്ചിട്ടാണ് അവൾ ആ ജെ.സി. ഡാനിയലിൻ്റെ ഒരു ബുക്ക് എഴുതിയത്. അത് സക്സസ്ഫുള്ളാണ്, അത് കറക്റ്റാണ് അത്. ബാക്കി എല്ലാത്തിലും വേണ്ടാത്തതെല്ലാം കാണും. പക്ഷേ അതിനെയും ഞങ്ങൾ ആ ബുക്ക് വേറെയും ഒരു 10-14 പേജിന് എഴുതി കൊടുത്താണ് കമൽ സാറ് ഇത്ര നന്നായിട്ടെങ്കിലും എടുത്തത്. അല്ലെങ്കിൽ അത് വേറെ ലൈനിൽ കൂടെയൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഒടുവിൽ ഞങ്ങളെ കണ്ടത് സാറിന് ഭയങ്കര ഇതായിപ്പോയി. സാറ് കണ്ടത് എനിക്ക് വളരെ സന്തോഷം. ഞങ്ങൾ എറണാകുളത്ത് എൻ്റെ ഒരു സിസ്റ്ററുണ്ട്, അവിടെ പോയിരുന്നു. അവരുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ എടുക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞത്. അങ്ങനെ മാറ്റിക്കളഞ്ഞു. സാറ് വന്ന് മെയിനായിട്ട് എടുക്കാൻ വിചാരിച്ചത് റോസിയെക്കുറിച്ചെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഒടുവിൽ സിനിമയുടെ രാഷ്ട്രീയ കാണിക്കുമ്പോൾ ഫുള്ള് ഞങ്ങളുടെ കഥ, ഇവരുടെ പപ്പയുടെ കഥ. ഞങ്ങൾ അന്തം വിട്ട്, സാറേ എന്താ അങ്ങനെയല്ലേ പറഞ്ഞ് റോസിയാണ് എടുക്കാൻ വന്നത്. അങ്ങനെ തന്നെ ഇത്ര ദിവസം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്ന് ഞാൻ ഹാരിസ് സാറിനെ കണ്ടോ അപ്പോഴും ഞാൻ എൻ്റെ മൈൻഡ് മാറ്റി ആ നോട്ട്സൊക്കെ എടുത്തപ്പോൾ ഇത് നല്ലൊരു സ്റ്റോറി ആയിട്ട് വരുമല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാൻ എഴുതിയതാണ്. ഇങ്ങനെ ഉടനെ എല്ലാം മാറ്റി ഇങ്ങനെ റോസിക്ക് അതിന് നല്ല പങ്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജെ.സി. ഡാനിയലിനെ ഞാൻ മുമ്പ് കൊണ്ടുവന്ന്, ആദ്യം ഞാൻ മുമ്പ് വച്ചിരുന്ന റോസിയാണ്. വേറെ ഒരാളുടെ ബുക്ക് റോസിയെക്കുറിച്ച് എഴുതിയിരുന്ന ഒരു ബുക്ക് വെച്ചാണ്
എൻ്റെ സിസ്റ്ററിലാണ് വന്ന് ചീഫ് മിനിസ്റ്റർ എത്രയോ പ്രാവശ്യം ചെന്ന് കണ്ട്, മിനിസ്റ്ററെ കണ്ടാണ് ഇത്ര ആക്കിയത്. നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ വന്നതിലിരുന്ന് അവൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റുള്ള സമയത്ത് മറ്റേ ആര് മരിച്ചുപോയില്ലേ, മറ്റേ ഉമ്മൻചാണ്ടി അവരിരുന്നപ്പോൾ ഇവിടെ വലിയൊരു ഫംഗ്ഷനൊക്കെ വെച്ച് ഞങ്ങളെല്ലാം വന്നിരുന്ന് ഞങ്ങൾ അഗസ്തീശ്വരത്തെ സാറിൻ്റെ ഇതിൽ വന്ന് നമ്മൾ ഒരു മണ്ഡപം കെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ്, പക്ഷെ ഒന്നും നടക്കില്ല. എല്ലാവരും പറയുന്നു, അവർക്ക് സന്തോഷത്തിൽ ആ സമയത്ത് പറയുന്നു, പിന്നെ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ഇപ്പൊ അഗസ്തീശ്വരത്ത് വീടുണ്ടോ അതോ സ്ഥലം മാത്രമേ ഉള്ളൂ? ആ വീട് എന്ത്? വീട് സ്ഥലവും ഇല്ല. ആ വീട് ഉണ്ടോന്നറിയാം, അതല്ലാതെ വീട് ഒരാള് ഒരു കസിൻ വന്നിട്ട് കേസിട്ട് ഇങ്ങനെ ഒരേ ഞങ്ങളെല്ലാവരും കൂടെ ആ ഡോക്ടറിന് വിൽക്കുകയാണെന്ന് ജയസേരൻ ഡാനിയലിനെ ഷെയർ ചെയ്ത് അയാൾ പറഞ്ഞ് നിങ്ങൾക്കെല്ലാം ഷെയർ തരാം പിള്ളേർക്ക് എല്ലാവർക്കും, ഞാനത് എടുത്തോട്ടെ. അദ്ദേഹം അവസാനം താമസിച്ചിരുന്ന ഒരു വീട്. അപ്പോൾ അത് നിലനിൽക്കണമെങ്കിൽ അയാളാണ് നല്ല സൗകര്യത്തിലിരിക്കുന്നത്, അയാൾ വാങ്ങിച്ചാലേ പറ്റൂ, നമ്മളൊക്കെ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം അതിന് നിറയെ ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നില്ല, നിറയെ അത്ര മുറുക്കിയിട്ട് ആരെ മെയിൻറ്റെയിൻ ചെയ്യും? ഇങ്ങനത്തെ ഒക്കെ പ്രോബ്ലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അയാൾ പറഞ്ഞ് ഇതാണ് ഒരേ റെമഡി, ഞാൻ വാങ്ങിക്കാമെന്ന്. ഞങ്ങളെല്ലാവരും യെസ് പറഞ്ഞ്, ഒരേ ഒരാൾക്ക് ഒബ്ജെക്ഷൻ, അയാൾ കേസിട്ട് കളഞ്ഞ്. കേസിട്ടപ്പം ഗവൺമെൻറ് എല്ലാം പൊളിക്കാൻ പറഞ്ഞു. അതിന് പൊളിച്ച് അതിലിരുന്ന് എടുത്ത ഭയങ്കരമായ കോസ്റ്റ്ലി പലകകളും അതും ഇതിലും ഒരു പകുതി മാത്രം വിറ്റ് 3 വലിയ മുറി എൻ്റെ അമ്മാവിയമ്മ ഇട്ട്. മരിച്ചുപോയി, അതിന് മുമ്പേ പപ്പാര് മരിച്ചുപോയി, അമ്മാവിയമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാം ഓരോരുത്തർ നമ്മൾ ഇവിടെ തന്നെ താമസിക്കാമെന്ന് മാഡം മരിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ നടന്നത്. മാഡം മരിക്കുന്നതിന് മുമ്പ് മാഡം തന്നെ വീട് കെട്ടി. വീട് കെട്ടി 3 മുറി വെച്ച് വീട് കെട്ടി. ഞങ്ങൾ പോയപ്പോൾ ലാഫ്റ്റിൽ പകുതി പലക ഇരിക്കുന്നു, എല്ലാ ആയനയും വലിയ വലിയ നല്ല കോസ്റ്റ്ലി പലകളും ഈട്ടിയും തേക്കും എല്ലാം ആണ്. അപ്പോൾ വിറ്റപ്പോൾ നല്ല വിറ്റിട്ട് തന്നെ ആ മുറി വലിയ 3 മുറി ഇട്ടിരിക്കുന്നു. ഒരു ബെഡ്റൂം, ഒരു റൂം, ഒരു ഹാല്, ഒരു കിച്ചൺ, 3 എണ്ണം കെട്ടി അവിടെ ഇരിക്കുന്നു. പിന്നെ ബാക്കി എല്ലാവരും നമ്മൾ തന്നെ ഇവിടെ വീട് കെട്ടാമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് വീട് കെട്ടി. എല്ലാവരും വീട് കെട്ടി, പക്ഷേ എല്ലാവരും വെറ്റിട്ട് പോകാൻ തുടങ്ങി പോയി. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ വീട് ഇരുന്ന് ഇത്ര ദിവസം, ഇപ്പം ഈ ഫ്ലാറ്റേ ഉള്ളൂ, വേറെ വീടായിട്ടൊന്നും. പിന്നെ ദൈവം സഹായിച്ച് പെൻഷനുണ്ട്, പിന്നെ കുറേ പൈസകൾ ബാങ്കിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഞങ്ങൾ ഇപ്പം സൗകര്യത്തിലായിരിക്കുന്നത്. ദൈവം സഹായിച്ച് ഒരു കഷ്ടമില്ലാതെ ഇരിക്കുന്നത്. JC ഡാനിയൽ സാറിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.